ഹലോ YD ഫാമിലി ആൻഡ് 123ലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വന്നോളൂ കേട്ടോ. നമ്മളിവിടെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ നല്ലോണം കഴുകി 2 പ്രാവശ്യം കഴുകി അതിൻ്റെ മുകളിലത്തെ നാരൊക്കെ കളഞ്ഞ് വരഞ്ഞ് പിന്നെ നാരൊക്കെ കളഞ്ഞ് നല്ലോണം ക്ലീനാക്കി എടുക്കുക. 1 കിലോ ചെമ്മീനുണ്ടത്, നാടൻ ചെമ്മീനാണ്. 1 കിലോ ഉണ്ട്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ചെമ്മീൻ ബിരിയാണി. പിള്ളേർക്ക് ഭയങ്കര ചെമ്മീൻ ബിരിയാണി, മീൻ ബിരിയാണി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പം മീൻ പറ്റിയത് കിട്ടിയില്ല, അപ്പം ചെമ്മീൻ നല്ല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യം ചെമ്മീനുള്ള മസാല ഇട്ടു. ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഓരോരുത്തരുടെ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ എല്ലാവരും. മുളക് പൊടി, സ്പൂണൊന്നും പറയുന്നില്ല ഞാൻ കേട്ടോ. പിന്നെ ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ എൻ്റെ പകുതിയോ. മസാല, ഗ്രേവി, ജ്യൂസ് മിക്സ് ആകണ പോലത്തെ ജ്യൂസ് ഒഴിക്കുക. നാരങ്ങ കുരുവൊന്നും വീഴാതെ ഒരു പാത്രത്തിൽ ആദ്യം ജ്യൂസ് എടുത്തിട്ട് ഒഴിക്കുക. എളുപ്പം. ഇപ്പോൾ സമയമുള്ളതുകൊണ്ട് ചെമ്മീനിലോട്ട് തയ്യാറാക്കാനുള്ള മസാലയാണിത്. ആദ്യം നമ്മൾ വറക്കണമല്ലോ, അപ്പോൾ അതിനുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. ചെമ്മീൻ നല്ലോണം കഴുകി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് ക്ലീനാക്കിയ 1 കിലോ ചെമ്മീൻ മസാലകളിട്ടിട്ട് പുരട്ടുക. അപ്പം നമ്മൾ മസാല നല്ലോണം പുരട്ടി അതിൻ്റെ ഉപ്പും എരിവൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടി നല്ലോണം പുരട്ടി വയ്ക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. മസാല ഒക്കെ പുരട്ടി ഉപ്പൊക്കെ നോക്കണം ഈ സമയത്ത്. അതുകൊണ്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തത്, 1 കിലോ. അത് നല്ലോണം കഴുകി 2 പ്രാവശ്യം കഴുകണത്. അല്ലെങ്കിൽ കണ്ടല്ലോ, നമ്മൾ വെള്ളത്തിലോട്ട് അത് ഇടുമ്പോൾ അഴിച്ചിരിക്കുന്ന അറിയാൻ പറ്റും. അത് നല്ലോണം വാഷ് ചെയ്യണം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതല്ലേ, അപ്പോൾ നല്ലോണം വാഷ് ചെയ്യണം. 2 പ്രാവശ്യമെങ്കിലും കഴുകണം, അല്ലെങ്കിൽ 5-6 പ്രാവശ്യമെങ്കിലും കഴുകണം അരി. അത് നല്ലോണം കഴുകി ഞാൻ അവിടെ കുതിർത്താൻ വെച്ചു. വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായില്ല ചെമ്മീൻ ഫ്രൈ ചെയ്യാനിട്ട്. അതൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇനിയിപ്പത്ത് ഞാൻ അരിക്കുള്ള വെള്ളം, അതിലോട്ട് പട്ട, ഉപ്പ്, വെളിച്ചെണ്ണ, നാരങ്ങയൊക്കെ ഇട്ട് ചേർത്ത് അരിയൊക്കെ ഒഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ആദ്യത്തെ വറുത്തത് മാറ്റി വെച്ചു. രണ്ടാമത്തെ വറുത്തൽ ഞാൻ ഇട്ടു. പിന്നെ നമുക്ക് സലാഡിനുള്ളതാണ്. സലാഡിന് കുറച്ച് ചെമ്മീൻ ബിരിയാണിക്കുള്ള സവാള മാറ്റി വെച്ചു. സലാഡിന് ഞാൻ സവാള, തക്കാളി, പച്ചമുളക്, കുക്കുംബറും അരിഞ്ഞ് സലാഡാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വിനാഗിരി ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനുള്ളത് തയ്യാറാക്കാം. ഇപ്പുറത്ത് ഞാൻ ചട്ടി വെച്ച് ഉരുളി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് പച്ചമുളക് ഇട്ട് വഴറ്റി. എന്നിട്ട് ഞാൻ തക്കാളി 1-2 എടുക്കാം, അരിഞ്ഞിടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് ചേർക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി നല്ലോണം കിട്ടും. അതിന് വേണ്ടി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഗ്രേവി വേണ്ടവർക്ക് ഇങ്ങനെ അടിച്ച് ചേർത്താൽ മതി. എളുപ്പമാണ് ചെമ്മീൻ ബിരിയാണി. മസാല ഇട്ട് വറുത്ത് വയ്ക്കുക. ഈ സവാള എല്ലാം വഴറ്റി തക്കാളിയൊക്കെ അടിച്ച് ചേർത്ത് ഇനി ഒരു ഐറ്റംസ് കൂടി ഇടും ഗ്രേവിക്ക് വേണ്ടി, അത് പറയാം. ഗ്രേവി കിട്ടാൻ വേണ്ടി ഒരു ഐറ്റം ഇടും. സവാളയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ വഴറ്റി മസാലയൊക്കെ ഇടാൻ പോകണം. കുരുമുളക് പൊടി,
അതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞ് ഇപ്പം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഇപ്പോൾ ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ. അതും ഒരു കൈ കണക്കാണ്, സ്പൂണൊന്നുമില്ല, ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്. 1 കിലോ ചെമ്മീനുണ്ടല്ലോ, ചിലപ്പോൾ 1/2 കിലോ ഉണ്ടാവും. അതിന് കുറച്ച് വെച്ചിട്ടൊക്കെ നമുക്ക് ബിരിയാണി ചെയ്യാം. കുറച്ച് ആളുകളുണ്ടെങ്കിൽ 1/2 കിലോ ചെമ്മീൻ മതി, അല്ലെങ്കിൽ 1 കിലോ ചെമ്മീനാണ്, അതിനനുസരിച്ച് എടുക്കുക, ക്വാണ്ടിറ്റി എടുക്കുക. അപ്പം ഞാൻ മസാലകളൊക്കെ ചേർത്തു. അപ്പം ഇനി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി. ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. മസാലയൊക്കെ ചേർത്തു, നല്ലോണം വഴറ്റി പച്ചമണമൊക്കെ മാറി നല്ലോണം ഇളക്കി. ഒരു ഐറ്റംസും കൂടി ചേരാനുണ്ട് ഇതിൽ, ഗ്രേവി കിട്ടാൻ വേണ്ടി. തക്കാളി മാത്രം ഞാൻ വഴറ്റി മണം അതിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടി. പിന്നെ അത് അടുത്തെടുത്തേക്കണം, എന്താ ആർക്കും പറയാൻ പറ്റുമോ? തൈര് നമുക്ക് ചേർത്ത് നല്ല സ്വാദായിട്ട് നല്ല സോഫ്റ്റും കിട്ടും ചെമ്മീൻ്റെ, പിന്നെ നല്ല ഗ്രേവിയും കിട്ടും. അതാവശ്യത്തിന് തൈരും ചേർത്ത് നല്ലോണം ഇട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ലോണം ആ ഗ്രേവിയും ആ തൈരും നല്ലോണം ഇട്ട് ചെമ്മീൻ നല്ല മണം വരും, ഗ്രേവി. എന്നിട്ട് ആ ചെമ്മീൻ വറുത്തത് അങ്ങോട്ട് ഇട്ട് ആ ചെമ്മീനുള്ള ഗ്രേവിയൊക്കെ പിടിച്ചിരിക്കുമല്ലോ, നല്ലോണം പറ്റിടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുള്ള ഇത്തിരി വെളിച്ചെണ്ണയും അതിനുള്ള ആ ഗ്രേവി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇതിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ റൈസും ഇതെല്ലാം കൂടി മിക്സാണ് ചെയ്യാവുന്നത് കേട്ടോ. സെപ്പറേറ്റ് വെക്കണവർക്ക് സെപ്പറേറ്റ് വെക്കാം. ഇതിലോട്ട് റൈസ് ഇടണ്ട, ചെമ്മീൻ ബിരിയാണി ഇതുപോലെ തന്നെ വെച്ചിട്ട് റൈസ് സെപ്പറേറ്റ് വെക്കാം, അങ്ങനെയും കൊടുക്കാം, അങ്ങനെ സപ്ലൈ ചെയ്യാം. ഇത് ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് ഞാൻ റൈസ് ഇടും. അങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാലും ഞാൻ റൈസും കുറച്ച് ഇടുള്ളൂ. 1 കിലോയിലാണ് റൈസ് എടുത്തത്, അപ്പം അതിൻ്റെ പകുതി ഇടുള്ളൂ. പകുതി ഞാൻ സെപ്പറേറ്റ് റൈസും ചെമ്മീൻ്റെ ഇത്തിരി ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് അത് സെപ്പറേറ്റ് ഇനി രണ്ടാമത് റൈസ് എടുക്കണമെങ്കിൽ ചെമ്മീനൊക്കെ വേണമെങ്കിൽ രണ്ടാമത് ഇടാമല്ലോ. നല്ലോണം മിക്സ് ചെയ്യുക. ചെമ്മീനും ആ റൈസും നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ ആ ഗ്രേവി നല്ലോണം ആ റൈസിനോട് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ റൈസിലുള്ള പട്ടയും അതിലൊഴിച്ചേക്കണ വെളിച്ചെണ്ണയും നമുക്ക് ആവശ്യത്തിന് നെയ്യും ഇതൊക്കെ ഒഴിക്കാം. കുറച്ചും കൂടി ഞാൻ ആ ചെമ്മീൻ ഗ്രേവി ഉള്ളത് ചേർത്തിട്ട്, പിന്നെ ഇത്തിരി കുക്കുംബർ ചേർത്ത് നമുക്ക് ഇനി ആവശ്യമുള്ള വേണമെങ്കിൽ മല്ലിയിലൊക്കെ ഇടാം. മല്ലിയിലൊക്കെ പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിള്ളേർക്ക് വേണ്ടി അളകൊന്നും ഉണ്ടാക്കുന്നത്, അപ്പോൾ പിള്ളേരത് റൈസ് കഴിക്കില്ല മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അതിനകത്ത് ഞാൻ ചേർത്തില്ല. അത് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം കേട്ടോ. മല്ലിയിലയും പുതിനയിലയൊക്കെ അരിഞ്ഞത് ചേർക്കാം, മീതെ ഡെക്കറേഷന് വേണ്ടിയൊക്കെ ചേർക്കാം. ഞാൻ കുക്കുംബർ ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. കുക്കുംബർ ഇഷ്ടമാണ്, അതിന് കുക്കുംബർ ഞാൻ അരിഞ്ഞിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് ചേർക്കാം. എന്നിട്ട് അതും നല്ലോണം മിക്സ് ചെയ്ത് സംഭവം റെഡി. ഞാൻ സലാഡും കൂടി ഉണ്ടാക്കിയിട്ട് അരിയത്ത് വയ്ക്കാം.